രാഷ്ട്രീയ കേരളം നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് MK പ്രേമചന്ദ്രൻ്റെ പ്രധാനമന്ത്രിയുടെ സൽക്കരണം. അദ്ദേഹത്തിൻ്റെ പ്രധാന അഭിപ്രായം പ്രധാനമന്ത്രിയുമായിട്ട് വേറിട്ടുള്ള ഒരു അനുഭവമായി അദ്ദേഹം തുറന്ന് സംസാരിച്ചു. അപ്പം നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാധ്യമങ്ങളുടെ മുന്നിൽ പോലും കുറേ കാലമായിട്ട് തുറന്ന് സംസാരിക്കാനോ പൊതുവിഷയങ്ങൾ, രാജ്യത്തെ നേരിടുന്ന പ്രധാന വിഷയങ്ങളിലോ കലാപം ഉൾപ്പെടെയുള്ള അത്തരം സംഭവ വികാസങ്ങളിൽ ഒരിക്കൽ പോലും മാധ്യമങ്ങളുടെ മുന്നിൽ പരസ്യമായി സംസാരിക്കാനോ അല്ലെ തുറന്നു പറച്ചില്ല ചോദ്യോത്തരങ്ങൾക്ക് മറുപടി പറയാനോ തയ്യാറാവാത്ത ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് വലിയൊരു മതിപ്പുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വി മുരളീധരൻ്റെ ഒരു പ്രസ്താവനയാണ് ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. വി മുരളീധരൻ്റെ പ്രസ്താവന ഒരുപക്ഷെ ചിന്തിക്കുന്ന സാധാരണ രീതിയിലുള്ള ആളുകൾക്കൊക്കെ തികച്ചും ന്യായമായിട്ട് തോന്നും. അതായത് പ്രധാനമന്ത്രിയെ അങ്ങനെയുള്ള ഒരു സൽക്കാരത്തിലെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പോവേണ്ടി വരും, ഞാനായാലും പോവും എന്നൊക്കെ തോന്നും. അപ്പോൾ നിഷ്കളങ്കലായിട്ട് രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലേ, അപ്പോൾ അത്തരം സൽക്കാരങ്ങളിലെ ഭക്ഷണത്തിനൊക്കെ വിരുന്നിനൊക്കെ ക്ഷണിച്ചാൽ പോവേണ്ടി വരുമായിരുന്നില്ല, അതിലെന്ത് രാഷ്ട്രീയമാണെന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ച് പോയേക്കാം. എന്നാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് നമുക്കൊന്ന് കേട്ടു നോക്കാം. മുൻകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹം സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? അതിന്റെ ചായ കുടിക്കുന്നതാണ് കോൺഗ്രസിൽ വേണ്ട. അങ്ങനെ പോകുന്നവര് പോട്ടെ. അങ്ങനെ കോൺഗ്രസും ലീഗും ഇല്ലാതാവുകയാണെങ്കിൽ അങ്ങനെ ഇല്ലാതാവുന്നതാണല്ലോ. പിണറായിന്റെ ചായ കുടിച്ചാലേ കോൺഗ്രസ് ഉണ്ടാവുള്ളൂ ഈ നാട്ടിലെങ്കിൽ ഇവിടെ വേണ്ട. പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിന്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ UDF ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. എന്ന് വെച്ച് പേഴ്സണലായിട്ടൊന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ഇല്ലാതാവുന്ന ഒന്നുമല്ല ഈ രാജ്യത്തിന്റെ മതേതരം. അപ്പോൾ എങ്ങനെയുണ്ട്? പിണറായിയുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്വവും മതേതരത്വവും എല്ലാം താറുമാറാവും. എന്നാൽ നമ്മളെ പ്രധാനമന്ത്രിയുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ മതേതരത്വം അല്ലെങ്കിൽ ജനാധിപത്യം ഒന്നും തകരില്ല. അപ്പം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളോട് കോൺഗ്രസിൻ്റെ നിലപാട് അല്ലെങ്കിൽ വി മുരളീധരൻ്റെ നിലപാട് ഏത് രീതിയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് സംഘിയോട് ഇനിയിപ്പോൾ BJP ചാണകത്തിൽ പൊതിഞ്ഞ ചായയും അതേപോലെ തന്നെ CPM കട്ടൻ ചായയും പരിപ്പ് വടയും നൽകുന്നത് കൊണ്ടാണോ ഇത് അനുകൂലിക്കാൻ പറ്റാത്തതും, ചാണകത്തിലുള്ള ചായക്ക് ടേസ്റ്റ് കൂടുതലും മറ്റേ ചായക്ക് ടേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ ഇത് അനുകൂലിക്കാൻ പറ്റുന്നത് നമുക്കറിയില്ല. എന്തായാലും ഈ നിലപാടിൽ അങ്ങേയറ്റം കാപട്യം നിറഞ്ഞ നിലപാടാണ് വി മുരളീധരൻ്റെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPMനെ അനുകൂലിക്കാൻ കഴിയാത്ത ആളുകൾ, ന്യൂനപക്ഷത്തിൻ്റെ ശത്രുവായ ന്യൂനപക്ഷത്തിൻ്റെ ശത്രുവായി ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് നിരവധി പള്ളികൾ നിരന്തരം പൊളിക്കുന്നത്. എന്നാൽ അത്തരം പള്ളികൾ പൊളിക്കുന്നതിൽ BJPക്കോ പ്രധാനമന്ത്രിക്കോ യാതൊരു റോളുമില്ലെങ്കിൽ അത്തരം സംഭവ വികാസങ്ങൾ രാജ്യത്ത് നടക്കുമ്പോൾ മൗനം സമ്മതമായി നിലകൊള്ളുന്ന ഒരു പ്രധാനമന്ത്രി ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുന്നത് അങ്ങേയറ്റം കാപട്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതുകൊണ്ട് തന്നെയാണ്, ഇത്തരം കാപട്യം നിറഞ്ഞ നിലപാടുകൾ കൊണ്ട് തന്നെയാണ് പല ആളുകളും ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിലപാട് എന്ന് പറഞ്ഞാൽ അത് തരാതരം ഇങ്ങനെ ആളുകൾക്കനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കേണ്ട ഒന്നതല്ല. രാഷ്ട്രീയത്തിൽ കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്ക് ഒരൊറ്റ ദിശാബോധവും ഒരൊറ്റ നിലപാടുമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ കാപട്യമാണ് ഇദ്ദേഹത്തിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ മാന്യതയും പക്വമായ നിലപാടും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ അതൊക്കെ അസ്ഥാനത്താണ് എന്ന് കൂടി തെളിയിക്കുന്ന ഒരു പ്രസംഗം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ.